ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു സ്ട്രൈറ്റ് പാൻറ് എങ്ങനെ സിമ്പിളായി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാമെന്നാണ്. ബിഗിനേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു പാൻറ്റാണിത്. അത് നമുക്ക് എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് അളവുകളുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ട്രൈറ്റ് പാൻറ്. ആദ്യം തന്നെ ഈ പാൻറ്റിൻ്റെ ഫുൾ ലെങ്ത് വരുന്നത് 36 ഇഞ്ചാണ്. അടുത്തത് സീറ്റ് റൗണ്ട് ആണ്. ഇവിടെ സീറ്റ് റൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ പാൻറ് എവിടെയാണോ ഇടുന്നത് ആ ഒരു ഭാഗത്തെ റൗണ്ടിനെയാണ് സീറ്റ് റൗണ്ട് എന്ന് പറയുന്നത്. അവിടുത്തെ അളവ് എടുത്തിട്ട് അതിൻ്റെ നാലിലൊരു ഭാഗം കണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്തെ വിഡ്ത്ത് കണ്ടുപിടിക്കുന്നത്. ചുരിദാറിൻ്റെ ഈ ഒരു ഭാഗത്തെ വിഡ്ത്ത് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് സീറ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 4 + 2. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. സീറ്റ് റൗണ്ട് എന്ന് പറയുന്നത് 37 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 9.25 9.25 കിട്ടുക. അതിൻ്റെ കൂടെ 2 ഇഞ്ച് ആഡ് ചെയ്യുമ്പോൾ 11.25 നമുക്ക് കിട്ടുക. അതായത് 11.25 ഇഞ്ചാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ക്രോച്ച്, അതായത് ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാന്നാണ് നോക്കുന്നത്. അതിന് 2 മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് മെത്തേഡ് നമ്മുടെ സീറ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ മതി. അതായത് ഇവിടെ സീറ്റ് റൗണ്ട് എന്ന് പറയുമ്പോൾ 37 ഇഞ്ചാണ്. അതിനെ ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ ഇവിടെ എനിക്ക് കിട്ടുക 12.33 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സംഖ്യയാണ് കിട്ടുക. അപ്പം ഞാൻ ഇതിനെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് 12.5 അതായത് 12.5 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് അതാണ് സീറ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 4 + 3. ഇങ്ങനെ ചെയ്താൽ നമുക്ക് സീറ്റ് റൗണ്ട് കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. 37 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ നമ്മുടെ 9.25. ഇതിൻ്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 12.25 അതായത് 12.25 കിട്ടുക. ഇവിടെ നമുക്ക് 12.33 എന്ന് പറഞ്ഞ് കിട്ടണതും ഈ ഒരു 25 തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇവിടെ 33 എന്ന് കിട്ടിയതാണ് നമ്മളിവിടെ 5 ആക്കിയത്. ഇവിടെ ഇനി 12.25 തന്നെ എടുക്കണം വെച്ചാൽ അങ്ങനെ എടുക്കുക. അതല്ല വെച്ചാൽ ഇതിന് നമുക്ക് 12.5 ആയിട്ട് വേണമെങ്കിൽ എടുക്കുക. അതായത് 12.25 ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഇവിടെ 12.5 ആക്കി. ഇവിടെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് കിട്ടിയ അളവ് എത്രയാണോ ആ ഒരു അളവിൽ തന്നെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പാൻറ് കട്ട് ചെയ്യാനുള്ള തുണി എങ്ങനെയാണ് മടക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ വീതിയുടെ വശത്തേക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നീളഭാഗത്തേക്ക് ഫോൾഡ് ചെയ്യാണ്. നമ്മളിപ്പോൾ ഇതാ തുണി ഈ ഒരു രീതിയിൽ മടക്കിയിട്ടുണ്ട്. അതായത് തുണിയുടെ ക്ലോസ് ആയിട്ടുള്ള ഭാഗം നമ്മുടെ സൈഡിലേക്കും ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഓപ്പോസിറ്റ് സൈഡിലും വരുന്ന രീതിയിലാണ് ഞാൻ ഈ തുണിയുടെ മടക്കിയിട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ അളവുകൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ഈ ഒരു പാൻറ്റിന് ഞാനിവിടെ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് ഇലാസ്റ്റിക് വെച്ച് മടക്കി തയ്ക്കാനുള്ള ഭാഗമാണ്. അത് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് ഈ ഒരു 2 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ പാൻറ്റിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 34 ഇഞ്ചാണ്. അത് നമ്മൾ ഈ ഒരു ലൈനിൽ നിന്നാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എനിക്കിപ്പോൾ ഈ ഒരു ഭാഗത്താണ് 36 ഇഞ്ച് കിട്ടണത്. ഞാൻ ഇവിടെ ഒന്ന് സ്ട്രെയിറ്റ് ലൈന് വരച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളിവിടെ താഴ്ഭാഗം മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ പാൻറ്റിൻ്റെ തുണിക്ക് ഇത്ര ലെങ്ത് ഇല്ല എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ശേഷം നമുക്ക് എവിടെന്നെങ്കിലും കിട്ടണ വേസ്റ്റ് പീസ് ഇതിനോട് കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു 2.5 ഇഞ്ചിലൊക്കെ നിങ്ങൾക്കൊരു പീസ് അല്ലെങ്കിൽ 3 ഇഞ്ചിലൊരു പീസ് എടുത്തിട്ട് ഇതിനോട് ജോയിൻ ചെയ്തിട്ട് മടക്കി അടിച്ചാലും മതി. എൻ്റെ കയ്യിലുള്ള ഈ ഒരു തുണിയുടെ ലെങ്ത് എന്ന് പറയുന്നത് 2.25 മീറ്ററാണ്. ഇത്ര മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഇവിടുത്തെ വിഡ്ത്ത് എന്ന് പറയണത് 11.25 ഇഞ്ചായിരുന്നു. ഞാനതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം താഴത്തേക്ക് നമ്മൾ നോക്കിയത് ക്രോച്ചിൻ്റെ ലെങ്ത് ആയിട്ട് നമ്മൾ എടുത്തത്
12.5 ഇഞ്ചാണ്. അത് ഞാനൊന്ന് ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങളിപ്പോ കുറച്ച് സൈസുള്ള ആളൊക്കെ ആണെങ്കിൽ ഇവിടെ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്താലും കുഴപ്പമില്ല. ഞാനിപ്പോ ഒരു 37 സീറ്റ് റൗണ്ട് ഒക്കെ വരുന്നതാണ്. ഇനിയിപ്പോ ഒരു 40-42 ഒക്കെ നിങ്ങളുടെ സീറ്റ് റൗണ്ട് വരുന്ന വെച്ചാൽ ഇവിടെ ഒരു 3 ഇഞ്ചൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ ആം ഹോളൊക്കെ വരച്ചു കൊടുക്കുന്ന പോലെ ചെറിയൊരു കർവ് വരച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ 12 ഇഞ്ചാണ് ബോട്ടം വിഡ്ത്ത് വരുന്നത്. അതിന്റെ രണ്ടിലൊരു ഭാഗം എന്ന് പറയുമ്പോൾ 6ആണ്. ഇതിന്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാ ലൈനും തമ്മിലൊന്ന് ചേർത്ത് വരയ്ക്കാം. ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ വരയ്ക്കുന്നത്. ഇനി നമുക്ക് ഇതേ അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഇവിടെ ഈ ക്ലോസ് ആയിട്ടുള്ള ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. നിങ്ങളെപ്പോഴും തുണിയിൽ മാർക്ക് ചെയ്യുമ്പോൾ തുണിയുടെ ചീത്ത ഭാഗത്ത് ഇട്ടിട്ട് മാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ വീഡിയോയിലൊന്ന് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ നല്ല ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ നമ്മുടെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം. ഇനി നമ്മൾ ഇത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു പീസിന്റെ നല്ല ഭാഗത്തേക്ക് ഈ ഒരു പീസിന്റെ നല്ല ഭാഗം ചേർത്ത് വെക്കുക. 1/2 ഇഞ്ചിലൊന്ന് അടിച്ചെടുക്കുക. ഇവിടെ തയ്യൽ തുമ്പായിട്ട് നമ്മൾ 1/2 ഇഞ്ചാണ് എടുക്കുന്നത്. 1/2 ഇഞ്ചിൽ ഇവിടെ വരെ ഒന്ന് അടിച്ചു നിർത്തുകയാണ്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗം നമ്മൾ 1/2 ഇഞ്ചാണ് തയ്യൽ തുമ്പായിട്ട് എടുക്കുന്നത്. ആ ഒരു രീതിയിൽ ഇവിടെ വരെ അടിച്ചു നിർത്തുക. നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. ആദ്യം നമുക്ക് ഇതിന്റെ ഈ ക്രോച്ചിന്റെ ഭാഗം ഒരു 1/2 ഇഞ്ചിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് ക്രോച്ചിന്റെ ഭാഗം ആയതുകൊണ്ട് തന്നെ നമുക്കൊരു 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇവിടെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ശേഷം ഈ ഒരു ഭാഗം ഇതേ രീതിയിൽ അടിച്ചിട്ട് 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. നമ്മളിപ്പോ ഈ ഒരു പാൻറ്റിനെ ഈ 2 ഭാഗവും അടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇനി നേരെ ഇതിനെ ഈ ഒരു രീതിയിൽ ആക്കി കൊടുക്കുക. ഇപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ആദ്യം ഇവിടെ ഒരു 1 ഇഞ്ച് വെച്ച് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ താഴ്ഭാഗത്തുനിന്ന് ഒരു 1 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തിട്ട് അടിച്ചു കൊണ്ടുവരിക. ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ നമ്മളൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്താൽ മതി. എന്നിട്ട് 1/2 ഇഞ്ചിൽ ഇവിടെ നിന്ന് ഇങ്ങനെ അടിച്ച് ഈ ഒരു രീതിയിൽ താഴ്ഭാഗം വരെ അടിച്ചെടുക്കുക. ആദ്യം ഇവിടെ നമ്മൾ 2 ഇഞ്ചായിരുന്നു തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം ഒരു 1 ഇഞ്ചിൽ മടക്കി ശേഷം 1 ഇഞ്ചിലും കൂടെ മടക്കുക. എന്നിട്ട് നമ്മൾ ഒന്ന് അടിച്ചു കൊടുക്കുക. താഴ്ഭാഗം നമ്മളിവിടെ ഇതിലൊന്ന് മടക്കി അടിച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗം നമ്മൾ 1 ഇഞ്ചിലൊന്ന് മടക്കി അടിക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ 1 ഇഞ്ചായിരുന്നു തയ്യൽ തുമ്പ് ഇട്ടുണ്ടായിരുന്നത്. ആ 1 ഇഞ്ചില് ഇവിടെ ഇങ്ങനെ തയ്ച്ചു വന്ന് ഈ ഒരു ഭാഗമൊക്കെ എത്തുമ്പോൾ നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്താൽ മതി. ശേഷം ഈ ക്രോച്ചിന്റെ അവിടെ നിന്നൊക്കെ പുറത്തെ കാലിന്റെ താഴ്ഭാഗം വരെ ഈ ഒരു ഭാഗം വരെ നമ്മൾ അടിച്ചെടുക്കുകയാണ്. അവിടെ തയ്ക്കുമ്പോൾ നമ്മൾ കെട്ടിട്ട് തയ്ച്ചു തുടങ്ങുക. ഇവിടേക്ക് എത്തുമ്പോൾ നമ്മളൊരു 1/2 ഇഞ്ചാണ് തയ്യൽ തുമ്പായിട്ട് കൊടുക്കുന്നത്. ഇതിന്റെ ക്രോച്ചിന്റെ 2 ഭാഗം ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. താഴ്ഭാഗത്തേക്ക് എത്തുമ്പോൾ നമ്മൾ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുക്കേണ്ടത്. നമുക്ക് ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ട ഇലാസ്റ്റിക് എങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ നോക്കാം. ഞാനിപ്പോ ഇവിടെ 1 ഇഞ്ച് വിട്ടുള്ള ഇലാസ്റ്റിക് ആണ് വെച്ചു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ 2 ഇഞ്ച് ഇലാസ്റ്റിക് വെക്കാൻ വേണ്ടി വിട്ടത്. നിങ്ങളുടെ ഇലാസ്റ്റിക് 1.5 ഇഞ്ചൊക്കെയാണ് വീതി വരുന്നത് വെച്ചാൽ നിങ്ങളൊരു 2.5 ഇഞ്ചോ 3 ഇഞ്ചോ ഒക്കെ ഇലാസ്റ്റിക് തയ്ക്കാൻ വേണ്ടി വിടണം കേട്ടോ. ഇവിടെ ഇപ്പൊ എന്റെ സീറ്റ് റൗണ്ട് വരുന്നത് 37 ഇഞ്ചാണ്. 37 ഇഞ്ചിൽ നിന്ന് ഞാനൊരു 3 ഇഞ്ച് കുറച്ചിട്ട് 34 ഇഞ്ചാണ് ഇതിന്റെ വിട്ട് എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇതിനെ ഒന്ന് 1/4 ഇഞ്ചിലൊന്ന് നന്നായി അടിച്ച് ആദ്യം നമ്മൾ ഈ ഇലാസ്റ്റിക്കിനെ കറക്റ്റ് ആയിട്ട് പിടിച്ചിട്ട് 1/4 ഇഞ്ചിലൊന്ന് അടിച്ച് കൊടുക്കുകയാണ്. അതിനെ നല്ല രീതിക്ക് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. 2 ഇഞ്ചായിരുന്നു ഇവിടെ വിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് 1/4 ഇഞ്ചിൽ മടക്കിയിട്ട് ഇലാസ്റ്റിക് അതിന്റെ ഉള്ളിൽ വെച്ചിട്ട് നമ്മളൊന്ന് അടിച്ചു കൊടുക്കുകയാണ്. ഇലാസ്റ്റിക്കിന്റെ മുകളിൽ കൂടെ അല്ല കേട്ടോ നമ്മൾ അടിക്കുന്നത്.
ഇലാസ്റ്റിക്കിനെ അത് ഈ രീതിയിലൊന്ന് വലിച്ചെടുത്തിട്ട് നമ്മളിവിടെ കറക്റ്റായിട്ട് അടിച്ചു പോവുകയാണ്. നമ്മളിപ്പോൾ ഇത് എലാസ്റ്റിക് ഇവിടെ കറക്റ്റായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എല്ലായിടും ഒന്ന് ചുളിവുകളൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക. നമുക്കൊരു സ്റ്റിച്ചും കൂടെ ഇതിനിങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ പിന്നെ എലാസ്റ്റിക് ചുരുണ്ട് പോവുക അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീണ്ടു പോവുകയൊന്നും ചെയ്യില്ല. നമ്മൾ ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് നേരെ സെൻറ്റർ ഭാഗത്തു കൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതേ നമ്മുടെ സ്ട്രൈറ്റ് പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം അതേ വെറും 10 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും സിമ്പിളായൊരു സ്ട്രൈറ്റ് പാൻ്റാണ് നമ്മളിപ്പോൾ എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയാണ് പഠിച്ചത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ടൊന്ന് അറിയിക്കുക. ഈ ഒരു പാൻറ് നിങ്ങളും സ്റ്റിച്ച് ചെയ്തിട്ടൊന്ന് അഭിപ്രായം പറയുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.